സ്വർണത്തിന് ആഗോള വിപണിയിൽ ചാഞ്ചാട്ടം തുടരുന്നു. പക്ഷേ പവൻ നിരക്ക് ഇപ്പോഴും 1 ലക്ഷത്തിന് മുകളിൽ തന്നെ തുടരുകയാണ്. ഇനി സ്വർണ്ണവില ഇടിയുമോ അതോ ഉയരുമോ എന്നാണ് പ്രധാന ചോദ്യം. ഇടയ്ക്കിടെയുള്ള വിലയിടിവും വിലക്കയറ്റവും സ്വർണം വാങ്ങണോ അതോ വിൽക്കണോ എന്ന ചോദ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സ്വർണ്ണവിലയിൽ സമീപകാലത്തുണ്ടായത് സമാനതകളില്ലാത്ത വലിയ ചാഞ്ചാട്ടം തന്നെയാണ്. ജനുവരിയിൽ സ്വർണ്ണവില സർവകാല റെക്കോർഡിട്ടു. പിന്നീട് അതിനുശേഷം കുത്തനെ ഇടിഞ്ഞു. പവൻ വിലയാകട്ടെ ഏകദേശം 30,000 രൂപയോളമാണ് കുറഞ്ഞത്. അതിനുശേഷം നേരിയ തോതിൽ കൂടുകയും കുറഞ്ഞും വ്യാപാരം നടന്നു. ഏതായാലും പവൻ നിരക്ക് ഇപ്പോഴും 1 ലക്ഷത്തിന് മുകളിൽ തന്നെ തുടരുകയാണ്. സമീപകാലത്ത് സ്വർണ്ണവിലയിൽ വലിയ തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഇന്ത്യക്കാർക്ക് സ്വർണത്തോടുള്ള ഭ്രമം ഇതുവരെ മാറിയിട്ടില്ല. അടിസ്ഥാനപരമായി സ്വർണത്തിന്റെ കാര്യത്തിൽ അനുകൂലമായ സാഹചര്യം ഇപ്പോഴും തുടരുന്നുവെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ, കേന്ദ്ര ബാങ്കുകളുടെ തുടർച്ചയായ വാങ്ങലുകൾ, ഏഷ്യൻ വിപണിയിൽ നിന്നുള്ള ശക്തമായ ആവശ്യം, ഫെഡറൽ റിസർവിന്റെ നയങ്ങളിൽ അയവ് വരുന്ന പ്രതീക്ഷ എന്നിവ സ്വർണത്തിന് അനുകൂലമായ പശ്ചാത്തലമൊരുക്കുന്നുണ്ട്. എന്തായാലും നിക്ഷേപകർ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റമുണ്ടാവുകയും ചരിത്രത്തിലെ തന്നെ ഉയർന്ന നിലവാരത്തിനടുത്ത് വ്യാപാരം നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വിപണിയിൽ വിലയിടിവ് സംഭവിച്ചാൽ പോലും മുൻപുണ്ടായ നേട്ടങ്ങൾ ഉൾക്കൊള്ളുന്നതിനും പുതിയ ഉത്തേജക ഘടകങ്ങൾ കണ്ടെത്തുന്നതിനുമായി ദീർഘകാലം വിലയിൽ വലിയ മാറ്റമില്ലാതെ തുടരുന്ന അവസ്ഥയുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടയിൽ ഇനി സ്വർണ്ണവില ഇടിയുമോ അതോ ഉയരുമോ എന്നതാണ് പ്രധാന ചോദ്യം. പശ്ചിമേഷ്യൻ സംഘർഷം കടുത്താൽ ഒരുപക്ഷെ സ്വർണം 1 ലക്ഷത്തിന് താഴേക്ക് വീണേക്കുമെന്ന പ്രവചനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് ചില വിദഗ്ധർ തള്ളുന്നുണ്ട്. സ്വർണം കുത്തനെ കുറയാനുള്ള സാഹചര്യം നിലവിൽ ഇല്ലെന്നാണ് ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതായത് സ്വർണ്ണവില കുറയുന്ന സാഹചര്യങ്ങൾ ഒരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ്. അതായത് സ്വർണത്തിന് വലിയൊരു തകർച്ച ഇനി പെട്ടെന്ന് കാണാൻ സാധിക്കില്ലെന്ന് പറയുന്നു. ചരിത്രം പരിശോധിച്ചാൽ സ്വർണ്ണവില ഏകദേശം 15% വരെയൊക്കെ ഇടിയുന്നത് സാധാരണമാണ്. ഏകദേശം 18 മാസത്തോളമൊക്കെ ഈ വിലയിടിവ് നീണ്ടാൽ മാത്രമേ വലിയ വിലക്കുറവിനുള്ള സാധ്യത പ്രതീക്ഷിക്കാൻ സാധിക്കൂ. ഇടയ്ക്കിടെയുള്ള വിലയിടിവ് നിക്ഷേപകരെ സംബന്ധിച്ച് വലിയ അവസരമാണെന്നും എന്നാൽ ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ആശങ്കയാണ് സൃഷ്ടിക്കുന്നതെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.